Hello friends, welcome back to chillies recipe with Usha. ഇന്ന് നമുക്കൊരു നാടൻ റെസിപ്പി ഇടിയപ്പം അല്ലെങ്കിൽ നൂൽ പുട്ട് ഇങ്ങനെ എളുപ്പത്തിൽ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടത് നമുക്ക് നന്നായി നൈസായി പൊടിച്ച പച്ചരിപ്പൊടിയാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് അരിപ്പൊടി ഉപ്പും നന്നായി ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയോ എണ്ണയോ ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് വേണ്ടത് നല്ല തിളപ്പിച്ച വെള്ളമാണ്. അത് കുറേശ്ശെ ചേർത്ത് നമുക്ക് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുമ്പോൾ തന്നെയാണ് ഇത് ചൂടുവെള്ളം ആയതുകൊണ്ട് കുറേശ്ശെ ചേർത്ത് ഇളക്കി കൊടുത്ത് കുഴച്ചെടുക്കാം. വീഡിയോ ആദ്യമായി കാണുന്നവരും ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും വീഡിയോയിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിക്കോളും. കൂടാതെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കനും അതിൽ ഓൾ ബട്ടണും പ്രസ് ചെയ്തു. നന്നായി കുഴച്ച മാവ് ഒരു 15 മിനിറ്റ് നേരം മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നിങ്ങൾ നൂൽപുട്ട് ഉണ്ടാക്കുന്ന പാത്രത്തിൽ എണ്ണ പുരട്ടി കൊടുക്കാം. സ്റ്റീമറോ ഇഡ്ഡലി തട്ടോ ഏതിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം. ഇനി നന്നായി കുഴച്ച മാവ് നമുക്ക് സേവകമായ രീതിയിൽ നനയ്ക്കാം. 15 മിനിറ്റ് നേരം നമ്മൾ വെച്ച കാരണം വളരെ ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. നൂൽപുട്ട് ഒന്നിലൊന്ന് ഒട്ടി പിടിക്കാതെ നമുക്ക് നന്നായി കിട്ടും ചെയ്യും. നൂൽപുട്ട് ഉണ്ടാക്കുന്ന പാത്രത്തിൽ വെള്ളം തിളച്ചതിന് ശേഷം നമുക്ക് ഈ നൂൽപുട്ട് ഒന്ന് ഇറക്കി വെച്ച് വേവിച്ചെടുക്കാം. നൂൽപുട്ട് നല്ല തിളച്ച വെള്ളത്തിൽ കുഴച്ചത് കാരണം ഇത് വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി വെന്ത നൂൽപുട്ട് നമുക്ക് എടുത്ത് ഒരു പ്ലേറ്റിലേക്ക് ചൂടാറാൻ മാറ്റി വയ്ക്കാം. നൂൽപുട്ടിൻ്റെ കൂടെ പഞ്ചസാര കൂട്ടി കഴിക്കാം, തേങ്ങാപ്പാൽ കൂട്ടി കഴിക്കാം. ഇഷ്ടു കുറുമ ചിക്കൻ കറി എല്ലാറ്റിനും കൂടി നൂൽപുട്ട് വളരെ നല്ലതാണ്. നൂലപ്പം, ഇടിയപ്പം, നൂൽപുട്ട് എന്നൊക്കെ ഇതിന് പേരുണ്ട്. പിന്നെ സ്ട്രിംഗ് ഹോപ്പർ എന്നും പറയാറുണ്ട്. ഇത് കുട്ടികൾക്കും അതുപോലെ തന്നെ മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഇനി ഇതൊന്ന് താളിച്ച് എടുക്കാൻ വേണ്ടി നമുക്കൊരു ഫ്രൈയിങ് പാനിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുകിട്ട് പൊട്ടിക്കാം. കടുക് നന്നായി പൊട്ടി വരുന്ന സമയത്ത് കുറച്ച് ഉഴുന്നുപരിപ്പ് കൂടെ ചേർത്ത് ഇളക്കി കൊടുക്കാം. ഉഴുന്നുപരിപ്പ് നന്നായി ചുവന്നു വരുന്ന സമയത്ത് നമുക്ക് വറ്റൻമുളക്, ചെറിയ ഉള്ളി, കരിവേപ്പില അതുകൂടെ ഇട്ട് നന്നായി ചുവന്നു വരുന്ന വരെ ഇളക്കി കൊടുക്കാം. ഉപ്പിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന മുതിര ഒരു കപ്പ് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പില്ലെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് തേങ്ങ കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി വേവിച്ച് വെച്ചിരിക്കുന്ന നൂൽപുട്ട് അതിൽ ചേർത്ത് ഇളക്കി നന്നായി വഴറ്റി കൊടുക്കാം. ഇങ്ങനെ നന്നായി വഴറ്റിയെടുക്കുന്ന നൂൽപുട്ട് വളരെ ടേസ്റ്റാണ്. നൂൽപുട്ട് നമുക്ക് ഇതുപോലെ താളിച്ചും താളിക്കാതെ കറികളുടെ കൂടെ ഇട്ട് കഴിക്കാവുന്നതാണ്. താളിക്കാത്ത നൂൽപുട്ടിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടു, ചിക്കൻ കറി, മീൻ കറി, പഴം, പപ്പടം, പഞ്ചസാര എല്ലാം കൂട്ടി കഴിക്കാവുന്നതാണ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ വീഡിയോയിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്തോളൂ. കൂടാതെ ഇത് ട്രൈ ചെയ്ത് നോക്കി കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇട്ടു. താങ്ക് യു ഫോർ വാച്ചിങ്. ഇതിൻ്റെ നല്ലൊരു റെസിപ്പി നമുക്ക് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ.